തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ പാറശാലയിൽ വിദ്യാർത്ഥിനിക്കു നേരെ ലൈംഗിക അതിക്രമത്തിന് ശ്രമം. ചെറുവാരക്കോണം ലോ കോളേജ് വിദ്യാർത്ഥിനിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ഉച്ചഭക്ഷണം കഴിച്ച് താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴാണ് അതിക്രമത്തിന് ശ്രമമുണ്ടായത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ഈ വിദ്യാർത്ഥിനിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചത്. അരുൺ സോളമൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അരുൺ, ഞെട്ടിക്കുന്നൊരു സംഭവം. പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു വിദ്യാർത്ഥിനിക്ക് അതിക്രമം നേരിടേണ്ടി വരുന്നത്. ഇതെന്നാണ് സംഭവിച്ചത്? ആരാണ് ഈ യുവാക്കൾ? ഇവരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്? ഇവരെ പിടികൂടിയോ? ഷിക്കാസ്, ഇത് ഇന്നലെ ഉച്ചയ്ക്ക് 1:20 ഈ സംഭവം നടക്കുന്നത്. പാറശാല ചെറുവാരക്കുളം CSA ലോ കോളേജിൽ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾ അവർ ഈ എക്സാമുമായി ബന്ധപ്പെട്ടാണ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത്. ഇന്നലെ എക്സാമിന് ശേഷം ഈ തൊട്ടടുത്തുള്ള കാരുണ്യ എന്ന് പറയുന്ന ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് മടങ്ങുമ്പോഴാണ് ഈ ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ടംഗ സംഘം, അതിൽ പുറകിലിരുന്ന 17കാരനാണ് ഈ വിദ്യാർത്ഥിനിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ശരീരത്തിലേക്ക് കടന്നു പിടിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥിനിയെ കളിയിക്കവള പോലീസ് നൽകിയിരിക്കുന്ന പരാതി. വളരെയധികം ഭയത്തോടു കൂടിയാണ് ആ പെൺകുട്ടി ഇന്നലെ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത്. കാരണം അത്രമാത്രം സങ്കടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാരണം ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതും പട്ടാപ്പകൽ ഇരുചക്ര വാഹനത്തിലെത്തുന്നു. ഇതിന് മുൻവശത്തിരുന്നത് കുരുന്നൻകോട് സ്വദേശിക്കുള്ള ഭാരതി ബാബു, അതുപോലെ തന്നെ ഈ 17കാരനെയും രണ്ടുപേരെയും ഇന്നിപ്പോൾ കളിയിക്കവള പോലീസ് ഈ വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിടികൂടിയിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടുപേരെയും പിടികൂടിയത്. ഇതിൽ രണ്ടുപേരെയും കുടുത്തറ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം ഇവരെ റിമാൻഡ് ചെയ്യുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഈ കോളേജിന് തൊട്ടടുത്തുള്ള പരിസരത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇത് അതിർത്തി പ്രദേശമാണ്. ആദ്യം ഈ സംഭവം നടന്നതിന് പിന്നാലെ പാറശാല പോലീസിനാണ് പരാതി നൽകിയത്. പാറശാല പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോഴാണ് ഇത് തമിഴ്നാടാണ് നടന്നതെന്നുള്ളത് വ്യക്തമാവുകയും പിന്നീട് കളിയിക്കോള പോലീസിന് പരാതി നൽകുകയും ചെയ്തത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉള്ളത്, കൃത്യമായിട്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകളില്ല, ഈ പോലീസിന്റെ പെട്രോളിംഗ് സംവിധാനങ്ങൾ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ഇത് 1ഉം 2ഉം തവണയില്ല, ഇതിനു മുൻപും സമാനമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വിഷയത്തിൽ കോളേജിന്റെ ഭാഗത്തു നിന്നോ അല്ല എങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ടുള്ള ഒരു സംവിധാനമില്ല എന്നുള്ളതാണ്. ഇന്നലെ 1:30 ഈ കുട്ടികൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ഹോസ്റ്റലിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയില്ല എങ്കിലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ആ ഷോക്കിൽ നിന്നും ആ വിദ്യാർത്ഥിനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സഹപാഠികളൊക്കെ. വലിയ മാനസിക പ്രയാസം, ട്രോമ ആ വിദ്യാർത്ഥിയെ ബാധിക്കുന്നത് സ്വാഭാവികമാണ്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിന്റെ ശ്രദ്ധക്കുറവ്, വീഴ്ച ഈ സംഭവത്തിലുണ്ട്. കാരണം തിരുവനന്തപുരം പാറശാല ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ള ആ പ്രദേശത്ത് സ്ഥിരമായ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരു ലോ കോളേജ് വിദ്യാർത്ഥിക്ക് നേരെയാണ്.